അഥ 11-ാം അധ്യായം. കാലസ്വരൂപ വിവരണം. ഏറ്റവും സൂക്ഷ്മമായോർക്കും വംശിക്കുവാൻ പറ്റാത്തതായി ചേർന്നിടാതെയിരുന്നതായി എണ്ണമറ്റിയിടുന്നതിന് പരമാണു എന്ന അഭിധാനമരുളപ്പെടുന്നു. മർത്യർക്കശേഷം ഉലകിൽ ഐക്യഭ്രമം എത്തുന്നതി പരമാണുവിൽ നിന്നുതാൻ. നാനാ പരമാണുപുഞ്ചങ്ങൾ യോജിച്ചതാണു നാം കാണും പ്രപഞ്ചം സമസ്തവും. ഭേദവും ഏതും വിശേഷവുമെന്നിയെ ദ്യോതിച്ചിടും അതിൻ്റെ ഉപമകത്തരം. ഏവം ഇക്കാലത്തെ സ്ഥൂല സൂക്ഷ്മാഗ്യഭാവങ്ങളിൽ അനുമാനിച്ചിടുന്നിതേ. ഭക്തരല്ലാത്ത ഭഗവാൻ ഭക്തിയോടും വ്യക്തബുക്കായി ഭവിക്കുന്നു. കാലസ്വരൂപനാം സൂര്യന്റെ രശ്മിക ചേലായി പരമാണുവിനെ കടക്കുവാൻ വേണ്ടി വരുന്നതായുള്ള കാലത്തിനു പണ്ഡിതന്മാർ പരമാണു എന്നോതുന്നു. ആ പരമാണു സംയോഗ സ്വരൂപമാമി പ്രപഞ്ചത്തിൽ എല്ലാം അർക്കരശ്മികൾ നേരെ പരക്കുവാൻ വേണ്ട കാലത്തിനു പേര് മകൽക്കാലം എന്തരുളും നിതു. രണ്ട് പരമാണു ചേർന്നാൽ അണു എന്ന് കണ്ടുകൊൾ. മൂന്ന് ചേർന്നാൽ ത്രസരേടുവായി കാണാവതല്ല അതിസൂക്ഷ്മങ്ങളാം പരമാണുക്കൾ. എന്നാൽ ത്രസരേടു ദൃശ്യമാം. ജാലകവ്യാപ്താർക്കരശ്മികളിൽ കൂടി മേലോട്ട് പൊങ്ങുമ്പൊഴിതാ ത്രസരേണു. ആയതിനെ കടക്കും സമയത്തിനുമായത് താൻ അഭിധാനമെന്നോർക്കുക. പിന്നെ ത്രസരേണു മൂന്ന് ചേർന്നാൽ ത്രുടി ഒന്നാം. ശതത്രുടി വേദമൊന്നായിടും. വേദത്രതയമൊരു ലവമാണെന്നു ബോധിക്ക. മൂന്നു ലവമാം നിമേഷവും മൂന്നു നിമേഷം അത്രേ ക്ഷണം. അഞ്ചതു ചേർന്നിടും കാഷ്ട. 15 താൻ ലഘുനാഴികയൊന്ന് ലഘു 15 നാഴിക. രണ്ടു ചേർന്നീടിൽ മുഹൂർത്തമാം. നാഴിക 6 ചിലപ്പോൾ 7 ചേരും. മൂഴമം യാമം അഥവാ പ്രഹരവും. 6 പലം ചെമ്പ് കൊണ്ടൊരിടങ്ങഴി രചിച്ച് 5 പാടപ്പൊന്നിനാൽ തീർത്ഥചതുരങ്കുലിയം കയ്യാൽ മദ്യം തുളച്ച് വെള്ളത്തിലിട്ടിടണം. നീരം നിറഞ്ഞത് മുങ്ങുവാൻ വേണ്ടുന്ന നേരം ഒരു നാഴികയായി ഗണിച്ചിടാം. 4 യാമം പകൽ 1 നരർക്ക്. അതുപോലെ താൻ രാവും 15 രാപ്പകൽ ചേർന്നാൽ ഒരു പക്ഷമായി. ഇരുപക്ഷങ്ങൾ 1 മാസം 1 ചൊല്ലുന്നിതു. ആ 2 പക്ഷം പിതൃക്കൾക്ക് രാപ്പകൽ. 2 മാസങ്ങൾ ചേരുന്നതാണ് ഋതു. 6 മാസങ്ങൾ ചേർന്ന ഇനങ്ങളായി തീരുന്നിത് ഉത്തര ദക്ഷിണാഭിഖയിൽ. രണ്ടയനം സുരന്മാർക്കു അഹോരാത്രമാണ്ടുതൻ 12 മാസത്തിനുള്ള പേർ. പാരിൽ നരന്മാർക്കഴും പരമായുസ് 100 സംവത്സരമെന്നു നിരൂപിതം. താരഗ്രഹാദി ചക്രസ്ഥിതനാകും ആ നാരായണൻ കാലരൂപനായി മിന്നിന സൂര്യൻ പരമാണു തൊട്ടൊക്കെ ഉൾപ്പെടും. പാരിനെ ഒരാണ്ടുകൊണ്ട് 1 ചുറ്റിടും. സംവത്സരം പരിവത്സരം വത്സരം ഏവം ഇടാവത്സരം അനുവത്സരം എന്നിങ്ങനെ ഭിന്ന നാമങ്ങൾ വത്സരത്തിന് ചൊൽവു. ഗ്രഹഭേദ ഗതികള
ഭൂതങ്ങളിൽ ബാല്യ യൗവന വാർദ്ധക്യ ഭേദത്തിന് ആരുതൻ കാരണമായതു കടമാം ശക്തിയാലായി സുബക്കുന്ന മൂലം പുരുഷാർത്ഥമാശു സാധിക്കുവാൻ ആർക്കുമേ മുന്നം അറിവേകുവാൻ വ്യോമത്തിൽ അർക്കനെ സഞ്ചരിപ്പിക്കുന്നതാരുവാൻ യാഗാദിയാൽ മകൾ സ്വർഗബലങ്ങളെ പുകാനും ആരു തുണന്നിടുന്നുവോ മാർത്താണ്ഡമണ്ഡലാന്തസ്ഥിതനാകും ആ ദൈത്യാരി ദേവനെ അർച്ചനം ചെയ്യുവിൻ. ആർക്കുമരുളുന്നു സംവത്സര പഞ്ചഗാഖ്യനം ഈ രവി ഭോഗവും മോക്ഷവും വീണ്ടവരും നരന്മാരും ബദിർക്കളുമാർ നീടും അപ്പരമായുസ് ഇതുവിധം ചൊന്നുവല്ലോ ചൊൽകലോ കങ്കട വിട്ട ധന്യരം ജ്ഞാനികൾക്കുള്ള വയസ്സതും കാലരൂപൻ ഭഗവാന്റെ ഗതി ഭവാൻ ചേലായി അറിയുന്നതിൽ എല്ലാ ഒരു അത്ഭുതം. ജ്ഞാനചക്ഷുസ്സിനാൽ ധീരരാം യോഗികൾ നൂനമറിഞ്ഞിടുന്നുണ്ടോ സമസ്തവും. ജ്ഞാനികൾ തൻ വയോജ്ഞാനത്തിനായുഗമാനം ധരിച്ചിരിക്കേണ്ടതാവശ്യമാം. 4000 ദിവ്യവർഷം കൃതയുഗകാലമാണ് എന്നറിഞ്ഞിടുക സന്മതേ. 4 ശതാബ്ദം ഓരോ സന്ധ്യ ഉൾപ്പെടെ 4800 ദിവ്യാബ്ദമാം ദേവവർഷം. ത്രേതയാകും യുഗത്തിന് 3000 സന്ധ്യകൾ 600മാം. 2000 ദിവ്യവത്സരം ദ്വാപരക്കുണ്ട്. 400 സന്ധ്യകൾ രണ്ടിനും 1000 അബ്ദം കരിക്കുണ്ട്. സന്ധ്യാംശമായതുകൂടാതെ 200 വർഷവും. യാഗാദികൾക്ക് പണ്ടേ തന്നെ സന്ധ്യതൻ ഭാഗകാലം നിഷേധിച്ചത് കാരണം കാലജ്ഞരായവർ സന്ധ്യയൊഴിച്ചുള്ള കാലത്തെ അത്രേ യുഗമായി ഗണിപ്പതും. സാധാരണ ഭഗവൽ കഥ ചൊൽക്കുകയും സാദരം കേൾക്കുകയും ചെയ്യുന്നു. സന്ധ്യയിൽ 4 പാദം പെടും ധർമ്മം കൃതയുഗകാലത്തിലെ വിളങ്ങിയിടൂ മനുഷ്യനിൽ. മറ്റു യുഗങ്ങളിൽ ഓരോ പദം മുറയ്ക്ക് അറ്റുകലിയുങ്കൽ ഏകപദത്തിലാം. ധർമ്മം ക്രമത്തിൽ കലിയിൽ കുറഞ്ഞിട്ടു ജമ്മെ അധർമ്മം മുഴുത്തു ചമഞ്ഞിടും. ഇത്രിലോകത്തിൽ സഹസ്രം ചതുർയുഗം പൂർത്തിയായിടവേ തദ്ബഹിർബോധമായി വർത്തിച്ചിടും. മകർലോകാദിയിൽ അകസ്വത്തിടുന്നോ അത്ര കാലം നിശയുമാം ധാതാവുറക്കമാണ്. ആ രാത്രികാലത്തിനോതും പ്രളയം എന്നായി അതിനാഗ്യയും. എപ്പോൾ നിശതീരം അപ്പോൾ അജൻ വീണ്ടും ഏർപ്പെടുന്നു. ആ സൃഷ്ടി ജോലി തുടർന്നിടൻ ബ്രഹ്മദിനമം സഹസ്രം ചതുര്യുഗം ചെമ്മേ മനുക്കൾ 14 പാരിടം പാലിച്ചിടുന്നു. 71 പരം കാലം ചതുര്യുഗം വേദം എന്നോർക്കുക. മന്നൊന്തരത്തിൽ മനുക്കൾ തദ്വംശജ മന്നവന്മാർ സുരന്മാരും ഋഷികളും പിന്നെ തദന്യതരാം അമർത്യേശ്വരും ഒന്നിച്ചു ഒരേ കാലം ഉദ്ഭവിക്കുന്നിതേ. ബ്രഹ്മാവുതൻ പകലെല്ലാം തുടരുന്നത് ഈ മറ്റോ ദൈനംദിന സൃഷ്ടി. പിന്നെയും ദേവപിതൃനരപക്ഷ മൃഗാദികൾ ഏവരും തങ്ങളുടെ കർമാനുസാരമായി ആവിർഭവിക്കുകയും അന്തം വരിക്കുകയും ചെയ്വതത്രേ പതിവ് എന്നു ധരിക്കുക. മന്നൊന്തരങ്ങളിൽ എല്ലാം അവതാരമാർന്നീടും സത്വഗുണമൂർത്തിയാം ഹരി അന്നു വാഴും മനുക്കളോടൊത്തുചേർന്ന് അന്യൂനമായിടും തൽ പൗരുഷത്തിനാൽ നന്നായി പറഞ്ഞിടും. ധർമ്മം സമുദ്ധരിച്ച് എന്നും നിലനിർത്തിയിടുന്നു വേണ്ടപ്പോ. രാത്രിയായാൽ സ്വയം വ്യാപാരമൊക്കെയും നിർത്തി തമോ ഗുണം സ്വീകരിച്ച് അപ്പരൻ കാലബലത്താൽ അഖിലവും തന്നുള്ളിലായി ലയിപ്പിച്ച് കിടന്നുറങ്ങുന്നിതേ. ലോകത്രയും ദിനേശനും ചന്ദ്രനും ഏകനാമ ഭഗവാനിലടങ്ങുന്നു. ആദിശേഷാനൻ
വന്യാൽ മുപ്പാരൂപം ദഹ്യമാനമായിടവേ ചൂടിനാൽ ഭൃഗ്വാദികൾ മകർലോകം വെടിഞ്ഞതി ശീഘ്രം ജനലോകം എത്തി വാഴുന്നിതോ ഏറ്റവും ക്ഷോഭിച്ചിളക്കി കൊടുങ്കാറ്റിലൂറ്റമായി പൊങ്ങും തരംഗങ്ങൾ തിങ്ങിടും കൽപ്പാന്തസാഗരം തന്നിൽ പൊടുന്നനെ മുപ്പാരമങ്ങ് മുക്കുന്നു മുരാന്തകൻ. പിന്നെ ആ കൽപ്പാന്ത നീരമധ്യത്തിലായി പന്നകശയ്യയിൽ താൻ യോഗനിദ്രയാൽ കണ്ണടച്ച് അജനർ ലോകസ്ഥരാമിന് വൃന്ദങ്ങളാൽ സ്തുതനായി ശയിക്കുന്നതേ. ഈ വിധം നാൾ തൊട്ട് സംവത്സരം വരെ താപം കണക്കുകളാലെ യുഗങ്ങളും സൃഷ്ടികർത്താവിന്റെ രാപ്പകലും കഴിഞ്ഞിട്ട് പിന്നെ പുരുഷായുസ്സിലും പരം കൂടുതലാം ശതവത്സരാജായുസ് കേടുപെട്ടിടുണ്ടു കാലക്രമത്തില. പേരജാർദ്ധായുസിനുണ്ട് പരാർദ്ധം എന്നോരടം. ആദ്യ പരാർദ്ധം കഴിഞ്ഞു പോയപ്പോൾ അപ്പരമായിടം പരാർദ്ധമാം ചൊൽപ്പൊങ്ങിടും ഹരിഭക്ത ശിഖാപനെ. ഒന്നാമതാം പരാർദ്ധത്തിന്റെ ആദിയിൽ വന്ന കൽപ്പത്തിനാം ബ്രാഹ്മം എന്നുള്ള പേർ ശബ്ദമയ ബ്രഹ്മം ഉദ്ഭൂതമായതും അപ്പോഴാണ് എന്ന് ധരിക്കുക കൗരവ. അപ്പരാർദ്ധാന്ത്യകാലത്തിലും ഉണ്ടായേ കൽപ്പം. അതിന്റെ പേർ പാറ്റ്നം എന്നായതു അന്നാണ് ലോകമയാബ്ജം മഹാവിഷ്ണു തന്നുടെ നാഭിയിൽ നിന്നുളവായതും. രണ്ടാമതാം പരാർദ്ധത്തിന്റെ ആദിയിലുണ്ടായ കൽപ്പമോ വാരാഹം എന്നതും അക്കാലമല്ലോ വരാഹ അവതാരമാച്ചിൽക്കാതലാം ഭഗവാൻ സ്വീകരിച്ചതും. ഏതി പരാർദ്ധാഗ്യകാലം അനാദ്യന്ത വസ്തുവിന് ഏകനിമിഷം എന്നല്ലാതെ അക്ഷരബ്രഹ്മത്തിനായി ചൊല്ലുവാൻ ദക്ഷത പാർക്കലില്ല ആർക്കും ഒരിക്കലും. ആ പരമാണു മുതൽ പരാർദ്ധാന്തം ഉൾപ്പെട്ട കാലസ്വരൂപനാം ഈശ്വരൻ എന്നും ഗൃഹാദ്യാഭിമാനികൾക്ക് ഈശ്വരനാണ്. എന്നാലും അക്ഷരബ്രഹ്മേശനായിട പഞ്ചഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയം ചിത്തം പ്രകൃതിയും പിന്നെ മഹത്തത്വവും അഹന്തത്വവും എന്നല്ല പഞ്ചതന്മാത്രയും ഇങ്ങനെ തത്വം 24 അവതീർത്ത വസ്തുജാലങ്ങളും ഉൾപ്പെട്ടിരിപ്പതും 50 കോടി യോജന വിസ്തൃതി അമ്പുന്നതുമാകും അണ്ഡകോശവും പിന്നെ അതിൻ ചുറ്റുമായി ഉത്തരോത്തരമൊന്നിനേക്കാൾ 10 ഇരട്ടി വലിപ്പമായി മന്നാത്തിയേഴ് ആവരണങ്ങൾ ചേർന്നതാം എണ്ണ മറ്റുള്ള മറ്റ് അണുസമൂഹവും നീതിനിധേയേ പരമാണുവിന്മാതിരെ തൊന്നിലാണോ ലയിച്ചിരിക്കുന്നത്. ആ മഹദക്ഷര ബ്രഹ്മം ഹരിയുടെ ധാമം എന്നയരുളുന്നു മനീഷികൾ. എല്ലാറ്റിനും അധിഷ്ഠാനമായതിന് തുല്യമായും ബൃഹത്തായുമില്ല ഒന്നൊന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ